ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ പതിവ് പോലെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറിയിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ കയറുന്നതിന് മുന്നേക്ക് എന്താണ് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയ്ക്ക് വന്നത്. അപ്പോഴേക്കും അമ്മ ചായ അതേപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ അമ്മ മുറ്റത്തെ അടുപ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട്. അപ്പോൾ മുറ്റത്തെ അടുപ്പത്ത് അമ്മ രാവിലെ ചായയും അതേപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കലിട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അമ്പാടി എണീറ്റ് വന്നത്. അമ്പാടി എണീറ്റ് വരുമ്പോൾ തന്നെ കുപ്പിയും കൈ പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ രാത്രി കുറച്ച് വെള്ളം കുപ്പിയിലാക്കിയിട്ടോ, രാവിലെയും അതുപോലെ രാത്രി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ കുടിച്ചിട്ട് കുപ്പിയിൽ നിറച്ച വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്പാടി എടുത്ത് അടുക്കളയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ കുപ്പി തുറന്നെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പതിവായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്നും രാവിലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ ഓന് കുപ്പി തുറന്നെടുക്കാൻ പറയും. എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടാട്ടോ പിന്നെ ചായ കുടിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ചായ എന്ന് ചോദിച്ചിട്ടാട്ടോ വരില്ല. ഇപ്പോൾ ആ ശീലം മാറിയണമെന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കണ കാരണം എന്നുണ്ട് രാവിലെ എണീറ്റ് വന്ന് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ടപ്പോൾ ചായയും അതേപോലെ കടിയൊക്കെ കഴിക്കല് കേട്ടോ. ചായ ആണോ? ചായ കുപ്പായം താത്തില്ലേ? ദോശ ഇട്ടെ? നമ്മൾ പച്ചരി അരച്ചിട്ടുണ്ടാക്കണ ദോശയ്ക്ക് ഭയങ്കര പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അത് ഞങ്ങളിവിടെ പിന്നെ കലക്കി പറഞ്ഞ ദോശ എന്ന് പറയും കേട്ടോ. ഇനി നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ തലേദിവസം അരി വെള്ളത്തിട്ടിട്ട് എന്താ പറയുക രാവിലെ നല്ല കഴുകി അത് രാവിലെ അരച്ച് വെക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ ചെറിയ ജീരകം അതേപോലെ ചെറിയ ഉള്ളി പിന്നെ കോഴിമുട്ട പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂട്ടിയിട്ടാണ് അരയ്ക്കുക. പക്ഷേ തേങ്ങ ഇല്ലാത്ത കാരണം ഞാൻ കോഴിമുട്ടയും ചെറിയ ഉള്ളി ജീരകം കൂട്ടിയിട്ടാണ് അരച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ മണവും ചെറിയ ഉള്ളീൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ മണമൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കുമ്പോൾ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് രാവിലെ അത് അരച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ അരിപ്പൊടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടും കേട്ടോ. കാരണം ഈ നമ്മൾ നല്ല കനലില്ലാതെ നെയ്സ് പോലെയാവും. പക്ഷെ അതിങ്ങനെ ഒരു വല പോലെ കൂട്ടും അത് ഉണ്ടാവുക. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമുക്ക് കറിയൊന്നും വേണമെന്നില്ല. തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കറി വേണമെന്നില്ല കേട്ടോ, വെറുതെ കഴിക്കാൻ കേട്ടോ. പക്ഷേ തേങ്ങ ഇല്ലാത്ത കാരണം ഞാനിത് മാത്രമേ കേട്ടോ കൂട്ടിയുള്ളൂ. ജീരകം ചിലർ ഇതിൽ ഞങ്ങൾ എന്താ പറയുക അതിന് എന്താ പറയുക വല ദോശ അല്ലെങ്കിൽ എന്താ പറയുക കലക്കി പറഞ്ഞ ദോശ അങ്ങനെയൊക്കെ കേട്ടോ പറയുക. പലയിടത്തും പല രീതിയിലാവും പറയുക. പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുക അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ ഞാനത് ചായയും ഒരു ഗ്ലാസ് ചായ എടുത്തു. പിന്നെ അതേപോലെ എന്താ പറയുക ഒരു ദോശയും കഴിച്ചിട്ടോ. നല്ല ചൂട് കൊടുക്കുന്ന കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല മുരിഞ്ഞ ദോശ കൊണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ സോനു എന്താ പറയുക ഓടി വന്നിട്ട് പറഞ്ഞു എനിക്ക് ദോശ വേണം മുരിഞ്ഞത്. അപ്പോൾ മുരിഞ്ഞ ദോശ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക മുരിഞ്ഞത് വേണം. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ 3 ദോശ മുരിഞ്ഞത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിയിൻ്റെ ചട്ടകം അങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊളിഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് പറ്റ പൊളിഞ്ഞിട്ടോ. അപ്പം ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൂന്നാല് സൈസ് അങ്ങനെ മരത്തിൻ്റെ ചട്ടകട്ട. അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാ വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല ചട്ടകട്ട, നല്ല ക്വാളിറ്റിയുള്ള ചട്ടകം തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് തന്നത്. അപ്പം ഞാനിത് അങ്ങനെ മീഷോന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഈ ചട്ടകം കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാട്ടോ ഈ ചട്ടകം. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പോഴാണ് കേട്ടോ അതിന് കംപ്ലൈൻറ്റ് വന്നത്. എങ്ങനെ പൊളിഞ്ഞത് എന്നറിയണില്ല. എന്നാലും ഞാൻ അത് ഒരു ചട്ടകത്തിൻ്റെ പൊളിയോണ്ടെങ്കിലും ഞാൻ ആ ദോശ ഫുള്ളും ചുട്ടെടുത്തിട്ടോ. കാരണം സ്റ്റീലിൻ്റെ ചട്ടം കൊണ്ട് നമ്മളത് ഈ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വേഗം വീഴും. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ. വേഗം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടാനൊക്കെ പണി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എങ്ങനെയും ആ ദോശ എന്താ പറയുക ചട്ടം കൊണ്ട് തന്നെ ചൂടാക്കി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു. സോനുവിനും അമ്പാടിക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ സോനുവിന് ഞാൻ 3 ദോശ മുരിഞ്ഞത് നല്ല മുരിപ്പിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അമ്പാടിക്ക് ഒന്നും മതി, അമ്പാടിക്ക് ഒന്നൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഞാൻ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സോനുവിനെ കാണുമ്പോൾ ചിലപ്പോൾ അമ്പാടിക്കും വേണ്ടി, അപ്പോൾ ഞാൻ ഒഴുക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് ഏട്ടന് ഒരു ആംപ്ലേറ്റും കൂടി അതിൽ ഉണ്ടാക്കാൻ കരുതി. കാരണം ഏട്ടന് രാവിലെ ചോറാട്ട കഴിക്കുക, അപ്പോൾ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആംപ്ലേറ്റ് 2 കോഴിമുട്ട എടുത്തിട്ട് അത് ആംപ്ലേറ്റ് അടിച്ചിട്ടാണ്. അത് കണ്ടപ്പോൾ സോനുവിന് ഭയങ്കര ആഗ്രഹം അതേപോലെ കഴിക്കാൻ. അപ്പോൾ ഓനാണെങ്കിൽ ഞാൻ ആംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇടുക. ഓനാണെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാലൊക്കെ നുള്ളി കളയിട്ടോ. ഇന്ന് ഓന് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഓന് ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കി തരികയായിട്ടും പിന്നാലെ അടക്കിയിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരാം. അപ്പം ഞാനതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് പിന്നെ ആ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിൽ തന്നെ ഒഴിച്ചിട്ട് നല്ലത് കലക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ദോശക്കല്ലിക്കാണ് പാർന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിന് വിതറിയിട്ടാണ്. അപ്പോൾ ആ കുരുമുളകിൻ്റെ മണം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചോറുള്ള സമയത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു പതിവ് കേട്ടോ. ഞാൻ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ ഒരു തുണി അവിടെ എപ്പോഴും വേണം. കാരണം ഗ്യാസിൻ്റെ മുകളിൽ എണ്ണയോ വെള്ളം എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം തുടയ്ക്കണം. അതപ്പോൾ ഞാനൊരു തുണി എപ്പോഴും അവിടെ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് അപ്പം തുടച്ചില്ലെങ്കിൽ പിന്നെ അത് അയിമത്തന്നെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. തുടച്ചെടുക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് കാരണം ഞാനത് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം തുടച്ചെടുക്കും കേട്ടോ. ഇനി വലിയൊരു ടാസ്ക് ഉള്ളത് ഇതെങ്ങനെ മറിച്ചിടാം, പൊട്ടാതെ ഇത് മറിച്ചിടണം. പക്ഷെ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാനും സോനുവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പൊട്ടാതെ ഇത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ നോക്കട്ടെ ശ്രമിക്കട്ടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് പൊട്ടാതെ കിട്ടിട്ടോ. അപ്പോൾ അതങ്ങനെ ആംപ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി കുറച്ച് കറി ഉണ്ടാക്കാണ്ട്. ദോശയ്ക്ക് കുറച്ച് കറി വേണം. കറി ഇല്ലാതെയും കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എന്താ പറയുക കുറച്ച് ഉള്ളി എടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ചമ്മന്തി ഉണ്ട്, പക്ഷെ അത് തികയില്ല. കുറച്ച് ചമ്മന്തി ഞാൻ ഇത് ചോറിക്ക് അരച്ചതായിരുന്നു കേട്ടോ, മുളകൊക്കെ ചുട്ടിട്ട്. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ദോശയ്ക്ക് തികയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഉള്ളിയില്ല അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കോഴിമുട്ട ഇട്ടിട്ടുള്ള കറി അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിലിടുന്ന കറി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാൻ നേരിട്ടോ. അപ്പോൾ ഏട്ടനുള്ള ചോറാണ് കൊണ്ടുപോയി വെച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഉള്ളിക്കറിക്കുള്ള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പെരിഞ്ചീരകവും ഞാൻ അതേപോലെ ചതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചേക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഒരബദ്ധം പറ്റി. എന്താണെന്നറിയോ, വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ അറിയാതെ ഓർമ്മയില്ലാതെ ഫുള്ള് ഒഴിച്ചിട്ട് കേട്ടോ ഓയിൽ പകുതി ഒഴിച്ചപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത് അത് ഓയിലാണ്, സൺഫ്ലവർ ആയിരുന്നു കേട്ടോ. ഫുള്ളും ഒഴിച്ചില്ല. ഞാൻ പെട്ടെന്ന് 2 പാക്കറ്റ് ഒരേപോലെ ആയപ്പോൾ ഞാൻ കരുതി 2 വെളിച്ചെണ്ണ വെച്ചിട്ട് ഓർമ്മയില്ലാതെ നോക്കിയപ്പോൾ സൺഫ്ലവറും വെളിച്ചെണ്ണയായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ അറിയാതെ കുപ്പിക്ക് ആ ഓയിലും കൂടെ ഒഴിച്ചു. ഇപ്പോൾ അത് എന്താ പറയുക, നമ്മൾ മീൻ വറുക്കുക എങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് പതഞ്ഞ് വരും. വെളിച്ചെണ്ണയും ഓയിലും കൂടി മിക്സായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിത് മിണ്ടിയില്ല, കാരണം ചീത്ത അറിയത്ത് ഞാൻ പേടിച്ചിട്ട് മിണ്ടാതെ ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉള്ളി നല്ല വാടിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പെരിഞ്ചീരകം കൂടി ചാച്ചതും കൂടി ഇട്ടു കേട്ടോ. ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. ഒരു ഉള്ളിയും ഒരു പച്ചമുളകും 2 പോണ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനും ഇക്കും അമ്മയ്ക്കും മാത്രം മതിയല്ലോ, മക്കൾക്ക് വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഒരു ഉള്ളി എടുത്തുള്ളൂ. പിന്നെ ഞാൻ ചെറിയ തക്കാളി എടുത്തു. അപ്പോൾ ഉള്ളി നല്ല വാടി വന്ന ശേഷം കുറച്ച് തക്കാളി ഇട്ടെടുത്തിട്ട് നല്ല വാടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ല അങ്ങോട്ട് വേവിച്ചിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറി ആയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടല്ല. അപ്പോൾ ഞാൻ കുറച്ച് റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല. പിന്നെ ഇക്കും അമ്മയ്ക്കും മാത്രം മതിയല്ലോ എന്താ പറയുക കറി. അപ്പോൾ ഞാൻ റോസ്റ്റ് പോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ കോഴിമുട്ട കരിക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട വേണമെങ്കിൽ പൊരിച്ചിട്ടിടുക, അതേപോലെ പുഴുങ്ങിയിട്ടിടുകയൊക്കെ ചെയ്യും. പക്ഷേ അമ്മ കഴിക്കില്ല കേട്ടോ.
അപ്പോൾ അത് കാരണം ഞാൻ എന്താ പറയുക ഇങ്ങനെ വെറുതെ ഒരു ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചാടിക്കട്ടെ. എന്നും എന്താ പറയുക നേരത്തെ ചാടിക്കണം. 8 മണി 8:30 ആകുമ്പോഴേക്ക് ചായ കുടിക്കുന്ന ആളാട്ടോ ഞാൻ. പക്ഷേ ഇപ്പോൾ വിശപ്പില്ല. ഞാൻ ദോശ ഉണ്ടാക്കിയപ്പോൾ ഒരു ദോശയും ചായയും കുടിച്ചിട്ടോ. അത് കാരണം എനിക്ക് അത്ര വിശപ്പില്ല. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് എന്താ പറയുക ദോശ മുരിഞ്ഞത് കൊടുത്തു. ഓനെ തിന്ന് കഴിഞ്ഞ് സോനി അത് അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അവിടെ കൊച്ചു ടി വിയും കാണുന്നുണ്ട് കേട്ടോ. ഓനെ കൊച്ചു ടി വിയും കണ്ടുകൊണ്ടിരുന്ന അവിടെ ചാടിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ അടച്ച കാരണേ വെറും ടി വിയുടെ മുന്നിലാട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കാൻ പോവും. കളി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൊച്ചു ടി വിയുടെ മുന്നിലാണ്. കൊച്ചു ടി വിയും കണ്ട് അങ്ങനെ ഇരിക്കും. നല്ല വെയിലും അല്ലേ, പുറത്തേക്കൊന്നും വല്ലാതെ കുട്ടികളെ വിടാനും പറ്റില്ലല്ലോ. പിന്നെ സോന് പുറത്തേക്ക് ഇറങ്ങിയ അമ്പാടി ഇറങ്ങും. അത് കാരണം പിന്നെ വല്ലാതെ പുറത്തേക്ക് ഇറങ്ങില്ല, ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ എൻ്റെ ദോശ എടുത്തിട്ടപ്പോൾ അമ്പാടി കഴിക്കണം കേട്ടോ. ഞാൻ ദോശ കറിയൊക്കെ ആക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിക്ക് അത് വേണം. അപ്പോൾ ഓനത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓനോട് കഴിക്കട്ടെ, കഴിച്ചിട്ട് പിന്നെ അത് മേടിക്കാൻ വെച്ചിട്ടേ കരയിപ്പിക്കേണ്ട വിചാരിച്ചു. കരയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചാടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് അതിൻ്റെ മടി കയറിയിട്ട് ഓരോരോ കോമഡികളും കാണിക്കട്ടോ മടിയിൽ ഇരുന്നിട്ട്. ഞാൻ ഫോൺ വീഡിയോ എടുക്കണ കണ്ടെണ്ണു ഓന്. അപ്പോൾ ഓൻ്റെ മോൻ കൊണ്ട് ഓരോ ആക്ഷനും കാണിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇന്ന് ചാടിക്കുന്ന ആളിപ്പോൾ വേറെ പ്ലേറ്റിൽ വേണമെന്ന് പറഞ്ഞു. അത് എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ എടുത്തതായിരുന്നു ദോശ. അപ്പോൾ അത് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വേറെ പ്ലേറ്റിൽ ഞാൻ എടുത്തിട്ടോ. അപ്പോൾ അത് അവിടെ തന്നെ ഇട്ട് കണ്ടില്ല. അത് ചെറിയ സമയത്തിൽ കുറുമ്പാണത്. എന്താ പറയുക, നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ വേണ്ട. അതേപോലെ നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പാത്രത്തിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ വേണം. വേറെ പാത്രത്തിൽ നിന്നും കൊടുത്താൽ തീരെ കഴിക്കില്ല. ആ പാത്രം തന്നെ വേണം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഓനത് വേണം. അപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ കുറുമ്പ് പിടിപ്പിച്ചില്ല. അപ്പോൾ ഞാൻ ആ പാത്രം കൊടുത്തിട്ട് ഞാൻ വേറെ പ്ലേറ്റിൽ ഞാൻ എടുത്തിട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര തിന്നാലും മതിയാവില്ല. എനിക്ക് ഇങ്ങനത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊടി ഇട്ടുണ്ടാവില്ല, വെറുതെ അരിപ്പൊടി കൂട്ടിയിട്ടുള്ള ദോശ, അത് അത്ര ടേസ്റ്റ് ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ എന്താ നമ്മൾ തേങ്ങയും കൂടിയും കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അതാ ഞാൻ ചാടിക്കിടന്ന് ഓടിയതാട്ടോ. അപ്പോൾ അമ്പാടി മുറ്റത്ത് വീണിട്ടുണ്ടായിരുന്നു. അമ്പാടി എന്താ പറയുക എന്തിനാ ആവശ്യത്തിന് മുറ്റത്തേക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് വീണണം. അപ്പോൾ മേലൊക്കെ ചളിയായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മുറിയൊന്നും ആയില്ല. മുറിയായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. വൈകുന്നേരം വരെ പിന്നെ അതൊരു കരച്ചിൽ തന്നെയാവും കേട്ടോ. ആ ചെറിയൊരു മുറിയായി മതി, പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മേലൊക്കെ മണ്ണായ കാരണമാണ് അത്ര സങ്കടം. പിന്നെ സോനുള്ള കാരണേ സോനു പിന്നെ പുറത്ത് കൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ സോനു ഇത് അടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ചെരുപ്പിടാൻ പറയുകയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കുറുമ്പ് മാറിട്ടോ, കരച്ചിലും മാറി. അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് പിന്നെ മേത്തുനിന്ന് ഇറങ്ങുകയേ ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ ദോശ എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അറിയുണ്ടാകുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ചെറിയ ജീരകം, അതേപോലെ ചെറിയ ഉള്ളി, പിന്നെ ഉണക്കൽ മുളക് ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ഇടാം. പിന്നെ തേങ്ങ ഇടാം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനില്ലാത്ത കാരണം അത് ഇടാഞ്ഞത്. പിന്നെ ഉണക്കൽ മുളക് പിന്നെ കുട്ടികൾ കഴിക്കുന്നതല്ലേ വെച്ചിട്ടാണ് പിന്നെ ഉണക്കൽ മുളക് കൂട്ടാൻ കേട്ടോ. പക്ഷെ ഉണക്കൽ മുളകും കൂട്ടിയിട്ട് അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഉണക്കൽ മുളകിൻ്റെ ഇതും ചെറിയ ഉള്ളീൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ആ മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. പിന്നെ കോഴിമുട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിമുട്ട ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് ഇതിൽ കമൻറ്റ് കൂടി എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ കളിയാക്കണവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, പക്ഷെ കളിയാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. പക്ഷെ ഞാൻ ഈ ചവിട്ടുകൂടി കേൾക്കും, ഞാൻ ചവിട്ടുകൂടി വിടും. കാരണം ഞാൻ എന്താ പറയുക, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കില്ല വെച്ചിട്ട് തന്നെ കേട്ടോ. ഞാൻ പറയണവർ പറയട്ടെ, അവർ പറഞ്ഞ് പിന്നെ ഒന്ന് നിർത്തിക്കോളും വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ മെയിൻ ചെയ്യലില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.